രാവിലെ തൊട്ട് ഇവിടെ ഇന്ന് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടു ഫ്രീ നെടുവങ്ങാട്. നമസ്കാരമുണ്ട്. ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളാകെ ആവേശത്തിമിറപ്പിലും വല്ലാത്തൊരു ആത്മവിശ്വാസത്തിലാണ് കേട്ടോ അവർക്ക്. അത് മറ്റൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഈ UDF വാഗ്ദാനം ചെയ്ത 5 ഗ്യാരണ്ടികളുണ്ടല്ലോ, അതിലൊരു ഗ്യാരണ്ടിയാണ് ഈ KSRTCയിൽ ഫ്രീ എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാം എന്ന് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം വന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഏതാനും ഓർഡിനറി ബസ്സുകളിലാണ് അത് വാഗ്ദാനം നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. വലിയ തിക്കും തിരക്കുമായിരുന്നു, ആവേശമായിരുന്നു. മുഖ്യമന്ത്രി അടക്കം ആ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി സെക്രട്ടേറിയറ്റ് വരെ യാത്ര ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ചയൊക്കെ അത് ചരിത്രത്തിൽ ഇടം നേടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരള ചരിത്രത്തിൽ ഫ്രീ ആയിട്ട് യാത്ര ഈ സ്ത്രീകൾക്ക്, ഒരു വിഭാഗം ജനങ്ങൾക്ക്, ഇതിനു മുമ്പും ഫ്രീ ആയിട്ട് യാത്ര ചിലർക്കൊക്കെ അതിനകത്തുണ്ടെങ്കിലും ഇങ്ങനെ വ്യാപകമായ തോതിൽ ഒരു വിഭാഗത്തെ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ അവർക്ക് അഭിമാനിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു നല്ല സന്ദർഭത്തിലും ആനന്ദ നിമിഷത്തിലും കാരണം എന്താണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് കുടുംബശ്രീ നടപ്പിലാക്കിയ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇതുപോലെ സ്ത്രീകൾക്ക് ഒരാത്മവിശ്വാസം, അവനവനെ സ്വന്തം പ്രദേശത്ത് തന്നെ ജോലി ചെയ്ത് ഒരു വരുമാനം കണ്ടെത്താനും മറ്റുള്ളവരുടെ മുമ്പിലൊന്നും യാചിക്കാതെ ചോദിക്കാതെ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കുടുംബശ്രീയുടെ ഒരു തുടക്കകാലം. അതുപോലെ മറ്റൊരു മാറ്റമാണത്രേ ഇപ്പം ഈ KSRTCയിൽ ഫ്രീ അനുവദിക്കുക വഴി ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് വരുമ്പോൾ 1000, 1500, 2000, ചിലർക്ക് 3000 രൂപ വരെയൊക്കെ ഒരു മാസം ഈ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ലാഭം എന്ന് പറഞ്ഞാൽ മിച്ചം വെക്കാൻ കഴിയും, അത് കുടുംബത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം മറ്റൊന്നും കൂടെ സന്ദർഭത്തിൽ പറയേണ്ടായി, എന്തുകൊണ്ടാണ് ഈ ആണുങ്ങൾക്ക് ഈ ഒരു സൗജന്യം കൊടുക്കാത്തത് മുഖ്യമന്ത്രി എന്നും കൂടെ ശ്രദ്ധിച്ചു. കാരണം അവിടെ ഒരു കരുതലുണ്ട്. അത്ര ആണുങ്ങളോടുള്ള വിരോധമൊന്നുമല്ല, ഈ പുരുഷന്മാർക്ക് ഈ ആനുകൂല്യം കൊടുത്താൽ ആ മിച്ചം വയ്ക്കുന്ന തുക സർക്കാരിലേക്ക് തന്നെ അതാത് ദിവസം രാത്രി തിരിച്ചെത്തുന്ന പറയുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി കാണും, നമ്മളിവിടെ പറയുന്നില്ല. മുഖ്യമന്ത്രിയും അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും KSRT ബസ്സിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാരൊക്കെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് മോശമായി പോയി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ മുദ്ര കുത്താൻ പാടില്ലായിരുന്നു. അപ്പം ഇന്ന് നടന്ന ഇത്തരം കാഴ്ചകൾക്കിടയിൽ ഒരു 2-3 സംഭവങ്ങളുടെ വീഡിയോ കാണാനിടയായിട്ടോ. അതിലൊരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സൗജന്യ യാത്ര ഇന്ന് രാവിലെ തുടങ്ങി. ഇന്ന് രാവിലെ തുടങ്ങുമെന്ന പ്രഖ്യാപനമുണ്ടായി. 9 മണിക്ക് ശേഷം അത് പ്രതീക്ഷിച്ച് ഒരുപാട് സ്ത്രീകൾ നിരത്തിലേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ കിഴക്കേക്കോട്ടയിൽ എത്തിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നിരവധി ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് ഒരൊറ്റ സൗജന്യ ബസ് പോലും കണ്ടില്ല. ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് വിഷമം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത്. എന്താ സംഭവിച്ചത്? രാവിലെ തൊട്ട് ഇവിടെ ഇന്ന് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടു ഫ്രീ നെടുവങ്ങാട് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ള ബസ്. എത്രയോ ജനങ്ങൾ നമ്മളെല്ലാം ഓരോരുത്തന്ന് വരുന്നവരാ. അപ്പൊ നെരിയാമ്പൂട്ടിന്ന് വരുന്നതാണ്, നെരിയാമ്പൂട്ടിന്നാണ്. അവിടെ 1 മണിക്കൂർ ക്യൂ നിന്ന് കൊടപ്പനക്കുന്നിലേക്ക് എത്ര സമയം നിന്നിട്ട് ശേഷം 3/4 മണിക്കൂറായി. അതും സഹിക്കാൻ വയ്യ തന്നെ ഇവിടെ നിന്ന് ചോദിച്ചത്. സിറ്റി പാസ് കൊടപ്പനക്കുന്ന്. അരുൺ, ഇത് കണ്ടോ? എല്ലാ ബസ്സുകൾക്കും സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കറാണ് പതിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഏകദേശം എല്ലാ സ്ത്രീകളും സൗജന്യ യാത്ര പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നു. ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് വിവരങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അത് ഗംഭീരായി, കലക്കി. ഉദ്ഘാടനം കഴിഞ്ഞ അധികം സമയമായില്ല. അവർ ഈ തിരുവനന്തപുരത്തൊക്കെ KSRTC ഒക്കെ ധാരാളം ഓടുന്നതാണല്ലോ. അവർ സ്ഥിരം ഓർഡിനറി ബസ്സുകൾ ധാരാളം കാണുന്നതാണ്. ഇതുവരെ പൈസ കൊടുത്ത് യാത്ര ചെയ്തിരുന്നതാണ്. ഇന്നിപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാലോ എന്നുള്ള സന്തോഷത്തിൽ വന്നപ്പോൾ ഈ ഓർഡിനറി ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളിലൊക്കെ പുറത്തൊരു പുതിയ പേര് വന്നിരിക്കുന്നു. എന്താണത്? സിറ്റി ഫാസ്റ്റ്. ആ സിറ്റി ഫാസ്റ്റിൽ ഫ്രീ ഇല്ലാത്രേ. അപ്പം പെട്ടെന്ന് തന്നെ ഈ ഓർഡിനറി എന്നുള്ളത് ഒരൊറ്റ രാത്രി കൊണ്ട് എന്തായിപ്പോയി? സിറ്റി ഫാസ്റ്റുകളായി. അതിലൊക്കെ നിങ്ങൾ കാശ് കൊടുത്ത് യാത്ര ചെയ്യണം. അപ്പം ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓർഡിനറി ബസ് വന്നാലല്ലേ ഈ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പേരിന് ഓർഡിനറിയിൽ ഫ്രീ ഉണ്ടെങ്കിലും സിറ്റി ഫാസ്റ്റുകളും ഈ കൺസെഷൻ ഇല്ലാത്ത വണ്ടികളെ നിരത്തിലുള്ളൂവെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇന്നിപ്പോൾ വലിയ ആഹ്ലാദത്തോടുകൂടെ കൊട്ടും കുരവയുമായി വലിയ സിന്ദാബാദ് വിളികളോടുകൂടെ 5 ഗ്യാരണ്ടികളിൽ ഒരു ഗ്യാരണ്ടി നടപ്പിലാക്കുകയാണെന്നും അതിന് 800 കോടിയിലധികം രൂപ ഞങ്ങൾക്ക് ചെലവാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി ഈ വിധമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓൾറെഡി മലബാർ ഭാഗത്തൊന്നും ഈ ഓർഡിനറി ബസ്സുകളില്ല, KSRTC ബസ്സുകളേ ഇല്ല. പിന്നെ അവിടെ ഈ കാര്യം പറയണ്ടല്ലോ. അപ്പോഴാണ്
ഉള്ള ബസ്സുകളിടത്ത് തന്നെ ഈ ഓർഡിനറിയൊക്കെ വേഷം മാറി ഇന്ന് സിറ്റി ഫാസ്റ്റുകളായി രംഗത്തിറക്കിയിരിക്കുന്നത് എന്നിപ്പോൾ നമ്മളാരും പറയുന്നതല്ല, വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യാത്രക്കാരായ സ്ത്രീകൾ പറയുന്നു, കുറേ നേരമായി ഞങ്ങൾ കാത്തു നിൽക്കുന്നു, ഒരു ഓർഡിനറിയും വന്നില്ല എന്ന്. സത്യമാണോ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ പറയട്ടെ. ആയാലും നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി കണ്ടു നോക്കാം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണു. കൊല്ലം KSRTC ഡിപ്പോയിൽ നടന്ന ഈ പ്രിയദർശിനി ബസ് ഉദ്ഘാടന പരിപാടിയിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. ഇത് മഹാ കഷ്ടമായി പോയിട്ടോ. ചൂടുള്ള പായസം മന്ത്രിയുടെ തലയിൽ ഒഴുകി. ഇതെന്തൊരു നാടാണത്? സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര അനുവദിക്കുന്ന ഒരു സന്തോഷ ദിവസം ആ മന്ത്രിയുടെ തലയിൽ തന്നെ പോയി ചൂടുപായസം ഒഴിക്കാവുന്ന ഒരു വിവരക്കേട് കാണിക്കാവുന്ന എന്ത് അനുയായിയാണ് എന്ന് മന്ത്രിയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇങ്ങനെയാണോ നിങ്ങളുടെ അണികളെ ഈ ആവേശം കാണിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്? കുറച്ച് അച്ചടക്കവും ചിട്ടയൊക്കെ വേണ്ടേ കോൺഗ്രസ്സുകാരെ, UDFകാരെ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ എന്തിനാണ് ചോദിക്കുന്നത്? അവർ തന്നെ പഠിക്കട്ടെ എന്നല്ലാതെ നമ്മൾ എന്ത് പറയാനാണ്? നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തില്ലെങ്കിലും വേണ്ട, ഒരു ഫ്രീയും കൊടുത്തില്ലെങ്കിലും വേണ്ട, പാവം ആ മന്ത്രിയുടെ തലയിലെ ചൂടുള്ള പായസം ഒഴിക്കാതിരിക്കുകയെങ്കിലും വേണം എന്ന് മാത്രം പറയട്ടെ. ഇനി നമുക്ക് മറ്റൊരു കാഴ്ച കൂടെ കാണാം. KSRTC പ്രിയദർശിനി യാത്ര മുടക്കി BJP ബസ്സിൽ കയറിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഇലക്ഷൻ സമയം കേരളത്തിലെ സകല ഗവൺമെന്റ് വണ്ടികളിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചതും വോട്ട് നേടി ജയിച്ചതും. പക്ഷെ ജയിച്ചതിന് ശേഷം കേരളത്തിലുള്ള സ്ത്രീകളെ വഞ്ചിക്കുന്ന ഈ നടപടി ഗവൺമെന്റിന്റെ നടക്കുന്നതല്ല. ഇതിപ്പോ ഇന്ന് കേരളത്തിൽ നടന്ന മറ്റൊരു കാഴ്ചയാണ് കേട്ടോ. ഈ വിഷയം ഇത് തന്നെയാണ്, ഈ ഫ്രീ യാത്ര തന്നെയാണ്. ഈ കാഴ്ച നമ്മുടെ BJPയുടെ വകയാണ്. അവരുടെ റോൾ ഇതിനകത്ത് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു പോകരുത്. നിങ്ങൾ എല്ലാ ബസ്സിലും ഫ്രീ എന്ന് പറഞ്ഞല്ലേ വോട്ട് വാങ്ങിച്ചത്, സ്ത്രീകളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയത്? ഇപ്പോൾ വഞ്ചനയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സ്ത്രീകൾ സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ ബസ്സിലൊക്കെ കയറിയിട്ട് ഈ സമരം ചെയ്യുകയാണ്. ബസ് എടുക്കാനൊന്നും സമ്മതിക്കില്ല. യാത്രക്കാരൊക്കെ കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പാവം, അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവർ പൈസ കൊടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവരുടെ ബസ്സിലും സ്ത്രീകൾക്ക് ഫ്രീ വേണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന കൂത്താണിത്. ഇവർ ഭരിക്കുന്ന സ്റ്റേറ്റിലൊക്കെ പോയാൽ ഇവരെന്തെല്ലാം തരത്തിലുള്ള ഫ്രീ ബീസ് കൊടുത്താണ് നാട്ടുകാരുടെ വോട്ട് വാങ്ങി അധികാരത്തിലിരിക്കുന്നതെന്ന് ഈ അവസാനത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്കും പോയാൽ നമുക്ക് മനസ്സിലാവും. ഇലക്ഷന് തൊട്ട് മുമ്പ് 10,000 രൂപ സ്ത്രീകളിലേക്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുത്ത് വോട്ട് വാങ്ങിയ ആൾക്കാരാണ് ആര്? പക്ഷെ അവർ പൈസ കൊടുത്തു കേട്ടോ. കൊടുക്കാമെന്ന് പറയല്ല, അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, അതുകൊണ്ട് വോട്ട് വാങ്ങി. ഏത് ബുക്കിംഗ് അഡ്വാൻസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ചെറിയൊരു വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറയാം. എന്നാൽ ആ സമരം ഈ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ആഫീസിന് മുന്നിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിന് മുന്നിലോ എവിടെയെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ? ഈ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ യാത്ര മുടക്കിയിട്ട് വേണോ എന്നുള്ളത് അവരും ആലോചിക്കേണ്ട വിഷയമാണ്. ഇതിലും നമ്മുടെ പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ടാവും. ആ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.